പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ വലിയ തിരക്കിലാണ് രമേശ് പിഷാരടിയും പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരും. ആവേശം ഒട്ടും കുറയാതെ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും എത്തി വോട്ട് അഭ്യർത്ഥിച്ചും ജനങ്ങളെ കയ്യിലെടുത്തും തന്നെയാണ് പിഷാരടിയുടെ പോക്ക്. സ്റ്റേജിൽ കയറി ആളുകളെ ചിരിപ്പിക്കുന്ന പിഷാരടി ഒരു രാഷ്ട്രീയക്കാരന്റെ കുപ്പായം അണിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. കൊമേഡിയനായി വന്ന സംവിധായകനായ പിഷാരടിക്ക് രാഷ്ട്രീയക്കാരനായി നിലയുറപ്പിക്കാനും സാധിക്കുമെന്നതിന്റെ തെളിവാണ് പാലക്കാട്ടെ പിഷാരടിയുടെ ജനപിന്തുണ. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് ഒരു പ്രധാന വെല്ലുവിളിയാണ്. നിലവിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകുമോ എന്ന സംശയത്തിൽ തന്നെയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ ഒരു വെല്ലുവിളി നേരിടാൻ നിലവിലെ പ്രശ്നങ്ങളൊന്ന് ലൈറ്റാക്കാൻ രമേശ് പിഷാരടിയെ പോലെ മറ്റാർക്കും സാധിക്കില്ലെന്ന കണക്കുകൂട്ടലിൽ നിന്നാവാം അദ്ദേഹത്തെ പാലക്കാട്ടേക്ക് അയച്ചത്. തനിക്ക് കിട്ടിയ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റുന്നുണ്ട് പിഷാരടി. പ്രവർത്തകർക്കൊപ്പം നിന്ന് പ്രചരണങ്ങളിൽ സജീവമാണ് അദ്ദേഹം. ജില്ലയിലെ വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പവും പൊതുജനങ്ങൾക്കൊപ്പവും എല്ലാ പഞ്ചായത്തുകളും കയറിയിറങ്ങി ജനങ്ങളെ നേരിട്ട് കണ്ടു തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. മണ്ഡലത്തിലിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുക മാത്രമല്ല, എതിർ പാർട്ടിക്കാരെ കണക്കിന് പറയാനും പിഷാരടി മിടുക്കനാണ്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തോടുള്ള വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് രമേശ് പിഷാരടിയുടെ വാക്കുകൾ. കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളും അടുത്ത 5 വർഷത്തേക്കുള്ള അവരുടെ പ്രതീക്ഷകളുമാണ് വോട്ട് ചെയ്യുന്നതിന് ജനങ്ങൾ പരിഗണിക്കുന്ന ഘടകങ്ങളെന്നാണ് പിഷാരടി പറയുന്നത്. പാലക്കാട് മണ്ഡലത്തിലും കേരളത്തിലും നിലവിലെ സാഹചര്യം UDFന് അനുകൂലമാണെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പിഷാരടി. പ്രചാരണ രംഗത്ത് ഉടനീളം സർക്കാരിനെതിരെയുള്ള ജനവികാരം തന്നെയാണ് ചർച്ചാ വിഷയം. ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിനുള്ള പരിഹാര മാർഗങ്ങളും UDFന്റെ പക്കലുണ്ട്. നഗരസഭാ കൗൺസിലറിനെതിരായ യുവതിയുടെ പരാതിയിൽ പാർട്ടി നേതൃത്വം കൃത്യമായ നടപടിയെടുത്തെന്നും കേസ് പോലീസിന്റെ അന്വേഷണത്തിലാണെന്നും പരാതിക്കാരിക്ക് ഒപ്പം തന്നെയാണെന്നും മറ്റു കാര്യങ്ങൾ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ടെന്നും പിഷാരടി പറയുമ്പോൾ രമേശ് പിഷാരടി എന്ന പൊതുപ്രവർത്തകനെ അതിലുപരി രാഷ്ട്രീയ പ്രവർത്തകന്റെ നിലപാടും ജനങ്ങൾക്ക് ബോധ്യപ്പെടും. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാതെ സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പോരാടുന്നവർക്കൊപ്പം നിലകൊള്ളാൻ രമേശ് പിഷാരടി എന്ന പൊതുപ്രവർത്തകൻ ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ തെറ്റിനു പോലും കൂട്ടുനിൽക്കാതെ നിയമത്തിന്റെ വഴി തേടിയത്. പിഷാരടി മത്സരിക്കാനിറങ്ങിയതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളും കേൾക്കാൻ തുടങ്ങിയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുൻ ധനമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ തോമസ് ഐസക് പറഞ്ഞ വാക്കുകളായിരുന്നു. കോമാളി വേഷം കെട്ടുന്നവരെയും ചിരിപ്പിക്കുന്നവരെയും ഒക്കെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇത് തമിഴ്നാടല്ല, കേരളമാണ്. കേവലം താരമൂല്യം മാത്രമല്ല കാര്യം എന്നായിരുന്നു പിഷാരടിയെ പരാമർശിച്ചുള്ള തോമസ് ഐസക്കിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. കളിയാക്കലുകളോ കുറ്റപ്പെടുത്തലുകളോ വകവയ്ക്കാതെയാണ് പിഷാരടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടെ നിർത്തിയും കളിയാക്കുന്നവരെ കണ്ടില്ലെന്ന് നടിച്ചും മുന്നോട്ടു പോകാൻ രമേശ് പിഷാരടിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന ചെറിയ യോഗങ്ങൾക്കും റോഡ് ഷോകൾക്കും വലിയ ജനപങ്കാളിത്തമാണ് കണ്ടുവരുന്നത്. പിഷാരടിയുടെ സാന്നിധ്യം പ്രചാരണത്തിന് കൂടുതൽ ഊർജം പകരുന്നുവെന്നാണ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. ചൂട് കനക്കുമ്പോഴും അണികളുടെ ആവേശത്തിൽ യാതൊരു കുറവുമില്ലെന്നും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിലെ മത്സരം കൂടുതൽ കടുക്കുമെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ കേരളം. പ്രധാന പ്രശ്നങ്ങളായ തൊഴിൽ, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പിഷാരടിയുടെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. വരും ദിവസങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ക്യാമ്പിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് രാഷ്ട്രീയ ചൂടും ആവേശവും ഇനി ഉയരുമെന്ന് തന്നെയാണ് തോന്നുന്നത്.